Hello guys, welcome back to my channel. So guys, first of all, very sorry to every one of you. Sorry എന്തിനാന്ന് വെച്ചാൽ ഞാൻ കിസാറ്റിന്റെ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു that I'll be responding to all of your comments, which unfortunately couldn't do. അതെന്താന്ന് വെച്ചാൽ അതിട്ട് കഴിഞ്ഞ് I guess ഒരു വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങി, പിന്നെ ക്ലാസ് ആയി, പ്രൊജക്റ്റ് ആയി, ആകെ ബഹളായി. ഓക്കെ, അപ്പോ കുറച്ച് ബിസി സ്കെഡ്യൂൾ ആയിരുന്നു എന്റെ. അപ്പോ ഐ കുഡന്റ് മേക്ക് എ വീഡിയോ. സോ യാ, സോറി ഫോർ ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഇന്ന് എന്തായാലും ഞാൻ കുറച്ചല്ല, മെജോറിറ്റി ഓഫ് ദി അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചു. സോ യാ, one of the main reason why I didn't make an initiative for the video is because majority of the questions was about BTech department than CS. അപ്പോ ബിടെക്കിനെ കുറിച്ച് അങ്ങനെ അധികം അറിയില്ല. സോ ഐ വുഡ് ബി ഏബിൾ ടു ഗീവ് എ കറക്റ്റ് പിക്ചർ അബൌട്ട് സ്റ്റഫ് ഇൻ ബിടെക്. സോ യാ, സോ അതൊരു റീസൺ ആണ്. അപ്പോ ഇപ്പൊ നമ്മൾ ആൾക്കാരോട് ചോദിച്ച് ഈ കാണാൻ പടം പറയുന്ന മാതിരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അത് ഇനി എങ്ങനെ പറയും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഡോണ്ട് വറി ഗൈസ്, എന്റെ ഫ്രണ്ട് ഫിദ, ആള് ബിടെക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് കിസാറ്റില്. സോ ഐ തോട്ട് like she'll be having more knowledge about stuff there. Apo yeah, so let's invite Fida. So guys, this is Fida. Fida, this is my channel. Apo നമുക്ക് കമന്റ്സ് ഒക്കെ റിപ്ലൈ ചെയ്യാല്ലേ? അതെ. അപ്പൊ ആദ്യം ഫിദ കുറച്ച് ഡിസ്ക്രിപ്ഷൻ തരുമെങ്കിൽ, ലൈക് ഫിദ വാട്ട് ഷീ ഈസ് ഡൂയിങ് ആൻഡ് ഓൾ. Yeah, I'm Fida and like BTech ECA പഠിക്കുന്നത് 4th year, currently 7th sem. പഠിപ്പിയൊക്കെയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് തുടങ്ങാം കേട്ടോ. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ബിടെക് ബേസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആക്കിയത്. ബിക്കോസ് ഐ ഹാവ് നോ ഐഡിയ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദർ ഡിപ്പാർട്ട്മെന്റ്. സോ യാ, കുറച്ച് ക്വസ്റ്റ്യൻസ് കമന്റ്സ് ഞാൻ വായിക്കാം. ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് റീസെന്റ് പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഓഫ് ബിടെക് CS EC? പ്ലേസ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇയർ. നമുക്ക് ലൈക്ക് ഇന്നിപ്പോ ഈ ഒരു ഇയർ നല്ല പ്ലേസ്മെന്റ് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഇയർ ഓഫ് കോഴ്സ് ഉണ്ടാവും, ചിലപ്പോ അത് വേരിയേഷൻസ് ഉണ്ടാവും. പ്ലേസ്മെന്റ്സ് ലൈക്ക് യൂഷ്വലി ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ CS പിന്നെ നേവൽ ആർക്കിടെക്ചർ അവിടെ ഒക്കെ നല്ല പ്ലേസ്മെന്റ്സ്. അതുകൊണ്ടാണ് ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ECന് അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഇയർ. അപ്പൊ നമുക്ക് അത് പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. സോ ഗൈസ്, എല്ലാരും നേരെ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് ഇസ് MSc കെമിസ്ട്രി ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഗൈസ്, ഈ ഫീസ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ സീ എല്ലാ കോഴ്സിന്റെയും ഫീസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? അഗെയിൻ ഫീസ് സ്ട്രക്ചർ ഒക്കെ ഇറ്റ്സ് ഗിവൻ ഇൻ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് മാലവിക 9G എന്ന് പറഞ്ഞൊരു ആളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. മൈ റാങ്ക് ഇസ് 1935. ആ കമന്റ് ഞാൻ അവിടെ കൊടുത്തേക്കാം. പറഞ്ഞു. അപ്പൊ ലൈക്ക് യൂഷ്വലി 1935 റാങ്ക് ഒക്കെ എന്ന് പറയുമ്പോൾ ഈസി കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞ പോലെയാണ്. കാരണം നമ്മളൊക്കെ സാറ്റിൽ തന്നെ EC CS IT നേവൽ ലൈക്ക് അത് ഉപയോഗിച്ചിട്ട് ബാക്കി ട്രിപ്പിളും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ 3 ബ്രാഞ്ചസ് ആണ് യൂഷ്വലി എല്ലാവരും സെലക്ട് ചെയ്യാൻ. അപ്പോ ലൈക്ക് സ്പോർട്ടിലൊക്കെ ഈസി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ട്രിപ്പിൾ ഒബ്വിയസ്ലി എന്തായാലും കിട്ടും ഈ റാങ്കില്, അത് 100% ഷുവറാ. മറ്റേ ECൻ്റെത് ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് എന്താ പറയാ, യൂഷ്വലി ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ ഈ IIT പ്രിഫർ ചെയ്യുന്ന കുറെ പേരുകളും അതുകൂടാണ്ട് NIT പ്രിഫർ ചെയ്യുന്ന കുറെ പേരുകളും ഓൾറെഡി ഈ അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടാകും. കാരണം അവരെ മറ്റേ റിസൾട്ട് വന്ന അലോട്ട്മെന്റ് വരാത്തതുണ്ട്. അപ്പൊ ലൈക്ക് ഒരു തേർഡ് അലോട്ട്മെന്റ് ഒന്നല്ല, അല്ലെങ്കിൽ സ്പോട്ടിക്കൊക്കെ ആകുമ്പോൾ കുറെ ഒക്കെ സീറ്റ് വെക്കണം. അപ്പൊ ആ ടൈമിൽ കിട്ടാവുന്ന പ്രോബ്ലത്തെ നല്ല കൂടുതലാണ് ട്രിപ്പിലേക്കൊക്കെ. കേട്ടല്ലോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് സൂര്യൻ എന്ന് പറഞ്ഞ ഒരാളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ബിടെക് നേവൽ ഒക്കെ റിയൽ ടൈം അലോട്ട്മെന്റ് കിട്ടുന്ന ഫീസ് കൂടോ? ഇല്ല, ലൈക് നമുക്ക് യൂഷ്വലി ഉള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ടാവില്ല. പിന്നെ ദർ ആ ചാൻസ് കൂടെയാണ് എക്സാം ഫീസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂടാം, അല്ലാണ്ട് കോഴ്സ് ഫീ മൊത്തത്തിലായിട്ട് കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ് ഷിഫ അഷ്റഫ്. ഐ തിങ്ക് ആഫ്റ്റർ BCA ചേച്ചി പറഞ്ഞ പോലെ സബ്ജക്റ്റ് ആണോ പഠിക്കേണ്ടത്? ഓക്കെ,
ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടത്, അല്ലാതെ ഒരാൾ ഇത് ഇന്നത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പഠിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ബിക്കോസ് എനിക്ക് MCA ചെയ്യണം എന്നാണ്. പിന്നെ ഐ വാസ് ലൈക്ക് സിലബസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ MSc കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പൊ സിലബസ് ഒക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ദാൻ ടേക്കിംഗ് വാട്ട് ഐ ടു. ഓക്കെ, നെക്സ്റ്റ് ഷോർട്സ് ടുഡേ എന്ന് പറഞ്ഞൊരു പേരില് ഒരാളുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ BTech സേഫ്റ്റി 53, CS 36, ഇൻസ്ട്രുമെന്റേഷൻ 33 ആണ്. വെയിറ്റിംഗ് ലിസ്റ്റ് തേർഡിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. KSC ആണ്. അതെന്തായാലും കിട്ടും. ലൈക്ക് നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ യൂഷ്വലി നമുക്ക് കിട്ടലുണ്ട്. പിന്നെ CS ഒക്കെ ലൈക്ക് 53 അല്ല, CS വന്നിരിക്കുന്നത് 36 അല്ല. 36 ഒക്കെ എന്തായാലും വരും. കാരണം സ്പോർട്ടിലൊക്കെ കാണുമ്പോൾ കുറെ സീറ്റ് വേക്കന്റ് ഉണ്ടാവും. ഓൾ ഇന്ത്യ കുറെ സീറ്റ് വേക്കന്റ് ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതല. നെക്സ്റ്റ് പിന്നെ ഇതൊക്കെ ലൈക്ക് ഡിപ്പെൻസ് ഓൺ ഇയർ. ലൈക്ക് ചില ഇയറിൽ ലൈക്ക് ഭയങ്കര കുറഞ്ഞ റാങ്കിൽ തന്നെ എല്ലാ സീറ്റ്സ് ഫിൽ ആവും. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. യൂഷ്വലി ഉള്ള ട്രെൻഡിന് പറഞ്ഞു തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഇസ് BTech സ്പോർട്ട് പോകുമ്പോ എത്ര ഫീസ് വേണം? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവര് പറയുക ചെയ്യാം. കാരണം ഫീസ് സ്ട്രക്ചർ മാറ്റിയായിരിക്കും. അപ്പൊ അത് ആ ഒരു PTA ഫണ്ട് ആ കാര്യങ്ങളൊക്കെ അടക്കണ്ട ഒരു ആ ടൈപ്പില്. ഇൻസ്ട്രുമെന്റേഷൻ ഓർ IT പ്ലേസ്മെന്റ്സ്? ഇൻസ്ട്രുമെന്റേഷന്റെ എനിക്കറിയില്ല. IT അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഉണ്ട്. പിന്നെ കുറെ പേര് കുറെ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് IT. എനിക്ക് ഇൻസ്ട്രുമെന്റേഷൻ അറിയില്ല. എനിക്ക് ഇൻസ്ട്രുമെന്റേഷൻ അറിയാം. എനിക്ക് ഈ കൊച്ചിനെ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്യുസെക് EC എങ്ങനെയുണ്ട്? ക്യുസെക്കിലല്ല പഠിക്കുന്നത്. ക്യുസെക് ആലപ്പുഴ ക്യാമ്പസ് ആണ്. സോ we too doesn't have much information about that. So yeah, moving to next one. Is there any placements for civil engineering? സിവിൽ എഞ്ചിനീയറിംഗ് ലൈക്ക് കഴിഞ്ഞ വർഷം കുറെ പേര് അത്യാവശ്യം പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ലൈക്ക് വേറെ വേറെ രാജ്യങ്ങളിൽ പോലും പ്ലേസ്ഡ് ആയിട്ടുള്ള കുറെ പേരുണ്ട്. സിവിൽ ഇസ് എ ഗുഡ് ചോയ്സ്. അത് തിയറിറ്റിക്കൽ ആ ഒരു ഇതാണ്. എനിക്ക് ലൈക്ക് സിവിലിനെ കുറിച്ച് IMAC സ്റ്റുഡന്റ് കൊണ്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് കുറച്ച് അറിയില്ല. ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ വെച്ചിട്ട് So it's like if you're passionate enough about this course, there are chances. അതാണ് ലൈക് പാഷൻ സംതിങ് ദാറ്റ് യു നീഡഡ്. കാരണം 4 വർഷം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തോരല്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നെക്സ്റ്റ് ചോദിക്കാം. Keam government colleges are far better than PSAT for campus life and stress-free academic years and also good. അത് ശരി, ഇങ്ങോട്ട് പറയാം. Okay. Okay, so someone have commented Keam government colleges far better than KISAT for campus life and stress-free academic years and also good placement opportunities. ഞാൻ Keam government കോളേജിൽ പഠിച്ചിട്ടില്ല. നീ പഠിച്ചിട്ടുണ്ടോ? സോ ഞങ്ങൾക്ക് അറിയില്ല ബെറ്റർ ആണോ അല്ലേന്ന്. KISAT is also a good campus. It's bad and all. So I don't know why he have commented that. Anyways, next English fluency. Okay, അത് വേണ്ട. About MCA after BCA. Again, my dear viewers, ഞാൻ MSc ആണ്, MCA അല്ല. MCA കുഴപ്പമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഫ്രണ്ട്സിന്റെ എന്നൊക്കെ. So yeah. From the video, I think BTech Marine Engineering is a completely different course from all the other courses conducted by KISAT because I got admission for that. It's based on long story, guys. And last question, you have to be well in academics to get placed. The fee structure is very less for KISAT. And BTech is all guys, ഇവിടെ I'll just say his name. Kane no, എന്തോ പറഞ്ഞിട്ട് ഒരാള് ഭയങ്കര ഒരു essay മാതിരി എഴുതി വെച്ചിട്ടുണ്ട്. 17,000 ഒതുങ്ങുന്നാണ് കൊച്ചു പറയുന്നത്. എന്തോ ആയിരിക്കുന്നു. All India it's 15 lakhs and including mess fee. എന്തൊക്കെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. കിസാറ്റില് ഫീ സ്ട്രക്ചർ ലെസ് ആണ്. എന്തോ കുറിച്ച് ഉദ്ദേശിച്ചാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ആവറേജ് ജനറലൈസ്ഡ് ഫോം ആണ്. ലൈക്ക് NRI തൊട്ടിട്ട് നോർമൽ അലോട്ട്മെന്റ് കിട്ടുന്ന ആ ഒരു റേഞ്ച് ആണ്. ഞാൻ I have said something like 30 to 50,000 അറൌണ്ടിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. That's because of that. ഒരു ജനറലൈസ്ഡ് ഫോം ആയിട്ടാണ് പറഞ്ഞത്. I don't know what ഇവർക്ക് എന്താ മനസ്സിലായതെന്ന് എനിക്കറിയില്ല. Anyway, moving on to next. The home chef contact number. ആരുടെ കോണ്ടാക്ട് നമ്പർ വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിനാണ് ഞാൻ അയച്ചു വിടാട്ടാ, പേടിക്കണ്ട.
ചേച്ചി മൈ റാങ്ക് 3753 സേഫ്റ്റി EWS വെയിറ്റിംഗ് ലിസ്റ്റ് 15 കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഐ നീഡ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ. കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടാണെങ്കിൽ വല്ല മെട്രോ സിവിലോ കിട്ടാം, അല്ലാണ്ട് വേറെ ഒന്നും. സേഫ്റ്റി എന്തായാലും കിട്ടില്ല. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പൊ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ടോട്ടൽ ഫീ ആണോ പറഞ്ഞ്, അതോ അഡ്മിഷൻ എടുക്കുമ്പോൾ ഉള്ള ഫീ ആണോ? ഞാൻ ഉദ്ദേശിച്ചത് സെമസ്റ്റർ വൈസ് ഫീ ആണ് ഉദ്ദേശിച്ചത്. ഹായ് ഇത്ത, എനിക്ക് UG പ്രോഗ്രാം ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യോ പ്ലീസ്. എക്സാം സിലബസ് നോക്കാം. കാറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല, കീം ഉണ്ട്, ബിടെക് അഡ്മിഷൻ കിട്ടുമോ? കിസാറ്റ് തന്നെ കിട്ടില്ല. ഇല്ലല്ലോ. ക്യാറ്റ് എഴുതണം, അല്ലാണ്ട് കയറാൻ പറ്റില്ല. ലൈക് NRI കോട്ടയം പോലും നമുക്ക് എക്സാം ക്വാളിഫൈ ബിടെക്കിന് നമ്മൾ എഴുതണം അല്ലേ? ബിടെക്കിന് അപ്പൊ കാറ്റ് എക്സാം എഴുതും. ആരോ എന്റെ ഏതൊരു കമന്റിൽ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ. ആണോ? കീം വെച്ചിട്ട് കുസാറ്റിൽ അഡ്മിഷൻ കിട്ടാം. കീം ഇസ് ഫോർ ദ ഗവൺമെന്റ് കോളേജ്. കുസാറ്റ് കിട്ടണമെങ്കിൽ കുസാറ്റ് ക്യാറ്റ് എഴുതണം. QSAT or GECT or TKM, which is better for ECE? അതേ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോ കുസാറ്റിലാ പഠിക്കുന്നത്. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് കുസാറ്റിൽ ഈസി കിട്ടിക്കഴിഞ്ഞാൽ വന്നോന്നുള്ളത്. പക്ഷെ വേറെ കോളേജിന്റെ എനിക്ക് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്റെ ബ്രദർ TKM-ലാണ് പഠിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് നൈസ്. നമ്മളെ കോളേജ് നമ്മളല്ലല്ലോ പറയില്ല, വേറെ കോളേജ് ഇങ്ങനെ പറയാം. അറിയില്ല, അത് ഓരോരുത്തർക്കും ഓരോ ഡിപ്പെൻഡ് ആയില്ല. ഇത്ത 4000 റാങ്ക് ആണ്, ഏത് കോഴ്സ് കിട്ടും? SOE കിട്ടാൻ ചാൻസ് ഇല്ല. 4000 ഒന്നും ഒരിക്കലും കിട്ടില്ല SOE. പിന്നെ ഞാനും ചില സമയത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലേ റിസർവേഷൻ. ക്യുസെക് ഈസി എടുക്കുന്നതാണോ കീം ടോപ്പ് 5 കോളേജസിൽ ഈസി എടുക്കുന്നതാണോ നല്ലത്? സാറ്റില് നമ്മള് again QSEC is guys, QSEC and QSAT is two different things, you should understand. Okay, QSEC ആലപ്പുഴ, ഇത് കളമശ്ശേരി എറണാകുളം. അപ്പോ ആ ക്യാമ്പസിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ രണ്ടോളം കിട്ടും. ഇതിലിപ്പോ QSEC എടുക്കുന്ന കീം ടോപ്പ്. ഓക്കെ, QSEC ആണോ ടോപ്പ് 5 കോളേജ് ആണോ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് ടോപ്പ് 5 എടുക്കുന്നല്ലേ. കാരണം QSEC നല്ലതാണ്, പക്ഷെ നമ്മള് കുസാറ്റിന്റെ അത്ര ഹൈറ്റ് ഇല്ല. എന്റെ ഒരു ഇത് എനിക്കറിയില്ല, കേട്ടത് അങ്ങനെയാണ്, അറിയില്ല. ഞങ്ങൾക്ക് അറിയില്ല അവിടുത്തെ സംഭവം എങ്ങനെയാണ്. അതാണ് വൺ തിങ്. ഇത്ത എനിക്ക് 9030 ആണ് റാങ്ക്. സിവിൽ കിട്ടുമോ? Yeah, so that's it guys. I think I have answered most of your questions. In fact, എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു എന്നാണ് എന്റെ ഒരു നിഗമനം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫിലിന്റെ അടുത്ത്. ഇപ്പോ സിവില് കിട്ടില്ല പറഞ്ഞല്ലോ 9000 റാങ്കിൽ. അപ്പൊ സിവിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര റാങ്ക് വേണ്ടി വരുന്നുണ്ടാവും? യൂഷ്വലി ഒരു ട്രെൻഡ് 2000 വരെയുള്ള റാങ്ക് വരെയുള്ള ഒരു കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ എന്നാലും അത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ വർഷം അത് മാറും. ലൈക്ക് നമ്മളിപ്പോ കൊറോണയുടെ ആ ടൈം എടുത്തു കഴിഞ്ഞാൽ ആ ടൈമില് കുറെ റാങ്കുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് സാറ്റലൈറ്റ് അഡ്മിഷൻ. അത് കഴിഞ്ഞിട്ടുള്ള വർഷം എല്ലാവർക്കും കട്ട് ഓഫ് ഒക്കെ ഭയങ്കര റാങ്കുള്ളവർക്ക് മാത്രമേ സാറ്റലൈറ്റ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. അത് ഡിപ്പെൻഡ് ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് പറ്റില്ല. ഞാൻ പിന്നെ ഈസി നോക്കിയോണ്ടെങ്കിൽ ഈസിന്റെ കട്ട് ഓഫ് മാത്രം അറിയില്ല. ഈസിന്റെ ആ ടൈമിലൊക്കെ 1000 ആ ഒരു റേഞ്ചിൽ വരേണ്ട നല്ല ഈസിക്ക് നല്ല കട്ട് ഓഫാ. ലൈക് ഭയങ്കരമായിട്ട് അവിടെയുള്ള ബ്രാഞ്ചസ് ഭയങ്കരമായിട്ട് അത് ടൈമിൽ ഓഫ്കോഴ്സ് ടെക്നോളജി എല്ലാവരും എടുത്തു. അത് കൂടാണ്ട് നമ്മളിപ്പോ ഈസി CS ആയിട്ട് ട്രിപ്പിൾ എന്ന് പറയുമ്പോ CS ആയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈസി, പിന്നെ ട്രിപ്പിളിൽ ആകെ 60 സീറ്റ്സ് ഇല്ല. സോ ഗൈസ്, ഇനിയിപ്പോ നിങ്ങൾക്ക് ബിടെക് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ്സ് ബോക്സിൽ ഇട്ടോളൂ. വി ഗെൻ ഫ്ലഡ് ഫിനിഷ് വിത്ത് ക്വസ്റ്റ്യൻസ്. നീ ഈസി അല്ലേ? വൈ ഈസി? അങ്ങനെയുണ്ട്, പറയൂ. കിട്ടിപ്പോയി ഭയങ്കര ഈസി. ക്യുസാറ്റിലെ ഈസി ലൈഫ് എങ്ങനെയാണോ? അത്യാവശ്യം പഠിക്കാണ്ട്, കുറച്ചൊന്നല്ല കുറെ പഠിക്കാണ്ട് ആണല്ലേ. പക്ഷെ എന്നാ കൂടി
കുഴപ്പമില്ല. നല്ല നമ്മള് ഇഷ്ടപ്പെട്ട് പഠിക്കാണല്ലോ, കഷ്ടപ്പെട്ട് പഠിക്കാണ്ട്. കഷ്ടപ്പെട്ടു പഠിക്കും. കഷ്ടപ്പെട്ടിട്ടാണോ പഠിക്കുന്നത്? കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അങ്ങനെ ഓക്കെ. ഞാൻ ബിടെക് കൊച്ചിലോടാ ചോദിക്കുന്നത്, ഈസിയാണോ? ആൾക്കാരൊക്കെ എന്നെ തല്ലു. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈസിയില്. ഇന്റേൺഷിപ്സ് ഒക്കെ എങ്ങനെയാണ് അവിടെ? ലൈക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നല്ല കൂടുതലാണ്. ഈസിയിലല്ലേ? ഈസിയില് നല്ല കൂടുതല. ഈസിയില് നമുക്ക് നമ്മളെ ക്ലാസ് തന്നെ എടുത്ത് കഴിഞ്ഞാൽ കുറെ പേര് DRT ഹൈദരാബാദ് പോയതുണ്ട്. പിന്നെ അതുപോലെ തന്നെ തായ്വാനിൽ പോയവരുണ്ട്. NTH എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സിംഹവായ യൂണിവേഴ്സിറ്റി. പിന്നെ കുറെ പേര് ലൈക്ക് IIT ബോംബെ പോയവരുണ്ട്. പിന്നെ അതുകൂടാണ്ട് ലൈക്ക് NITസിൽ പോയവരുണ്ട്. ലൈക്ക് വൈഡ് വെറൈറ്റി ഓഫ് കോളേജസിൽ പോയിട്ടുണ്ട്. എക്സ്പെൻസ് ഒക്കെ എക്സ്പെൻസ് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളത് അവരുടെ അടുത്തുണ്ടാവുന്നതിന് ലൈക്ക് തൈവാൻ പോയവർക്കാണെങ്കിൽ അവർക്ക് അക്കോമഡേഷനും അതുപോലെ തന്നെ ലൈക്ക് ഫ്ലൈറ്റ് ചാർജ് ഒക്കെ NTH എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കായിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ GP ആണ്. അപ്പൊ മാക്സിമം GP എപ്പോഴും നല്ലൊരു ആയിട്ട് വെക്കുന്നത്. പിന്നെ സ്കിൽസും അത്യാവശ്യം ഡെവലപ്പ് ചെയ്യാം. ഇതിന് സ്കില്ലൊന്നും ഇല്ല, ഫിൽട്ടർ ആണ്. പക്ഷെ മേ ബി ഫ്യൂച്ചർ സ്കിൽസ് ഒക്കെ ഇട്ട് വെച്ച് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ആ ടൈം നിങ്ങൾ ഒരിക്കലും നോക്കൗട്ട് ആകരുത്. അപ്പൊ സ്കിൽസ് വേണ്ട ചെയ്യാം. Okay. So guys, that's it. We are winding up the session. Fida, thanks a lot. ഫിദയും ഫ്രീ ആയിരുന്നില്ല, ഞാനും ഫ്രീ ആയിരുന്നില്ല വീഡിയോ എടുക്കാൻ. ഫിദ ഇല്ലാത്ത വീഡിയോ മുന്നോട്ട് പോകത്തില്ല. ബിക്കോസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലോങ് ആയിട്ട് പോയത്. സോറി ഫോർ ദാറ്റ്. So yeah, that's it. Bye. Bye.